ഇന്ന് നോമ്പ് 26. ഞാൻ ചോറും മീൻ കറിയാണ് വെക്കണത്. അപ്പം അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അരി കഴുകിയിട്ട് ഗ്യാസ് കത്തിച്ച് അടുപ്പത്തിട്ടിട്ടുണ്ട്. മീൻ കറിക്ക് ചാളയാണ് മേടിച്ചേക്കണത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ടൊന്ന് വറുക്കാനെടുക്കണം. 8 ചാളയുണ്ട് കേട്ടോ. അത് ഞാൻ കറി വെക്കാൻ എടുത്തിട്ടുണ്ട്. 6 ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. മീൻ കറിക്ക് ഇത് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മീനിൽ മസാല വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ച അരപ്പ് ഞാൻ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൽ നിന്ന് 2 എടുക്കുന്നുണ്ട് കറിയിലേക്ക് ഇടാൻ വേണ്ടി. പച്ചമുളകും ചെറിയ കഷ്ണം സവാള അരിഞ്ഞിട്ടുണ്ട്. അത് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മാങ്ങ അരിഞ്ഞത് ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടിയപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളക്കുന്നുണ്ട്. ഇപ്പം മീനൊക്കെ വെന്തിട്ടുണ്ട്. കറി ഇറക്കി വെച്ചിട്ട് മീനൊന്ന് വറുക്കാം കേട്ടോ. എന്നിട്ട് താളിച്ച് കൊടുക്കാം. മീൻ വറുത്തിട്ടുണ്ട്. ഇതേ കറി തിളച്ച് കായ്പോള റെഡിയാക്കാം. ഇതാക്കി അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പഴമൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. പാനിൽ തന്നെ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറി വരട്ടെ. ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് വറുത്ത് കൊടുക്കാം. എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. 4 മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. പഴവും തേങ്ങയും റെഡിയാക്കി വെച്ച മിക്സിയില്ലേ അതിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിൽ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ മേളിലിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തുണി വിരിക്കാൻ പോയ സമയം കൊണ്ട് ഒന്ന് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അടിയൊക്കെ ഇത്രയും സമയം നിങ്ങൾ വെക്കരുത് കേട്ടോ. ഞാൻ വിട്ട് പോയതാണത്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ അടിയിൽ വെച്ച് തട്ടുണ്ടല്ലോ, അതാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കണത്. എന്നിട്ടൊന്ന് മറച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അടി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അരിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ട് ഞാനൊന്ന് അരക്കിയത് വിരിച്ചിടാൻ പോയതാണ്. അതാ പറ്റിയത്. 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുറക്കുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് മുറിക്കാം കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് മീൻ കറിയും കൂട്ടി ചോറും കഴിച്ചിട്ടുണ്ട് കേട്ടോ.